ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ മാംഗയിലെ പുതിയൊരു ആർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ നിങ്ങൾ കാണണമെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഡ്രാഗൺ ബോൾ ടൂർണമെന്റ് ഓഫ് പവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രോലി മൂവി സ്റ്റാർട്ടായി. ബ്രോലി മൂവി നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ മോറോ ആർക്ക് ഇവിടെ സ്റ്റാർട്ട് ആകുന്നത്. മോറോ ആർക്ക് എന്നല്ല കറക്റ്റ് പറയുന്നത്, ഗാലക്റ്റിക് പെട്രോൾ പ്രിസൺ എന്നാണ്. മോറോ എന്നൊരു വില്ലനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ മോറോ ആർക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഗ്രനോള ആർക്കും സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മോറോ ആർക്കും ഗ്രനോള ആർക്കും നമ്മൾ ഈ ചാനലിൽ തന്നെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ആദ്യം കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അവസാനം ഗ്രനോള ആർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രങ്ക്സും ഗോട്ടന്റെയും ഒരു സ്റ്റോറിയാണ് പിന്നീട് നടക്കുന്നത്. അത് അത്ര അടിപൊളിയല്ല, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പോകുന്നത്. മെയിൻ ആയിട്ട് ഒരു വില്ലന്മാരോ അങ്ങനെ ഒന്നും തന്നെ അതിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു ഗോട്ടനും ട്രങ്ക്സിന്റെ ആർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബീസ്റ്റ് ഗോഹോൺ മൂവി ഇറങ്ങുന്നത്. അതും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബീസ്റ്റ് ഗോഹോൺ മൂവി കഴിഞ്ഞതിന് ശേഷം എന്താണ് നടക്കുന്നത്, ആ ഒരു മാംഗയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. തൽക്കാലം നമുക്ക് മോറോ ആർക്ക് ഗ്രനോള ആർക്ക് എന്ന് പറയുന്നത് പോലെ ബീസ്റ്റ് ഗോഹാൻ ആർക്ക് എന്ന് തൽക്കാലം നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീസ്റ്റ് ഗോഹാൻ ആർക്കിന്റെ പാർട്ട് 1 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആ ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ എന്ന മൂവിയിൽ നമ്മുടെ ഗോഹോൺ ബീസ്റ്റ് ഫോമിലേക്കൊക്കെ മാറി സെൽ മാക്സിനൊക്കെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം ആ ഒരു റെഡ് റേവൺ ആർമിയിലുള്ള 2 പേരെയാണ് കാണിക്കുന്നത്. അവർ 2 പേരും ഗോഹോൺ സെൽ മാക്സിനെ ഡിഫീറ്റ് ചെയ്തതും പിക്കലോയുടെ പുതിയ ഫോമും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതിനുശേഷമാണ് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സിനെയും കാണിക്കുന്നത്. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പറിൽ ഗോഹാൻ തെയ്യാമേൻ എന്നൊരു വേഷത്തിൽ മറ്റുള്ളവരെ രക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഇതുപോലെ വേഷം മാറി മറ്റുള്ളവരെ രക്ഷിക്കുന്ന പരിപാടിയിലാണ് ഉള്ളത്. അങ്ങനെ ഇവരുടെ 2 പേരുടെ അടുത്ത് നമ്മുടെ കാരമേൻ വരുന്നു, റെഡ് റേബൻ ആർമിയിലുള്ള ആ ഒരാള്. അങ്ങനെ ഇവർ 2 പേരും ആയിരിക്കും ശരിയായ ആൾക്കാരെന്ന് മനസ്സിലാക്കി അവരെ വിളിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഒരു മോശപ്പെട്ട ഒരു വില്ലൻ, ഒരു കുറ്റവാളി ഇവിടെ ഉണ്ട്, അവൻ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നൊക്കെ ഇവരോട് പറയുന്നു. ഗോട്ടനും ട്രങ്ക്സും ഇപ്പോഴും കുട്ടികളായതുകൊണ്ട് തന്നെ അതും വിശ്വസിച്ച് ഇവരുടെ കൂട്ടത്തിൽ കൂടുന്നു. അങ്ങനെ ഇതിനുശേഷമാണ് നമ്മുടെ ബീറസിന്റെ പ്ലാനറ്റ് കാണിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ ഗോഹാന്റെ മൂവിയിൽ കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഗോക്കുവും വെജീറ്റയും ജസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നതും അത് നമ്മുടെ ബ്രോലി കാണുന്നതും അവസാനം ആ ഫൈറ്റിൽ വെജീറ്റ ജയിക്കുന്നതുമായിട്ടൊക്കെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം ഇവിടെ വെജീറ്റയും ബ്രോലിയുമായിട്ട് ജസ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നു. ബ്രോലിയുടെ മൂവിൽ ബ്രോലി എത്രത്തോളം പവർഫുൾ ആണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബ്രോലിയുടെ ആ ഒരു പവർ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതിനിടയിൽ വെജീറ്റ ബ്രോലിയോട് പറയും, സെയ്യൻസിന് ദേഷ്യം വരുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. സെയ്യൻസിന്റെ പവർ സോഴ്സ് എന്നത് തന്നെ ദേഷ്യവും റേജും ഒക്കെയാണ്. അങ്ങനെ ഇതിനിടയിൽ വെജീറ്റ സൂപ്പർ സെയ്യനായി ബ്രോലിയുമായിട്ട് ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ വിസ്സും ഗോക്കും ഈ ഫൈറ്റ് ഒക്കെ കാണുന്നുണ്ടാകും. ബ്രോലി കുറെയൊക്കെ ഇംപ്രൂവ് ആയി തുടങ്ങിയെന്ന് ഇവർ 2 പേരും സംസാരിക്കുന്നു. അങ്ങനെ പിന്നെയും ഇവരുടെ ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നു. അങ്ങനെ അതിനിടയിലാണ് ലെമോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ കടന്നു വരുന്നത്. ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അവൻ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ അതിനിടയിലാണ് ചീലയും അവിടെ കടന്നു വരുന്നത്. വന്ന ഉടൻ തന്നെ ബ്ലാക്ക് ഫ്രീസയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നു. അവൻ ഏത് സമയം വേണമെങ്കിലും വരാമെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് ഗോക്കു പറയും, ഫ്രീസ ഇപ്പോൾ ശരിക്കും വേറെ ലെവലിലാണ് ഉള്ളത്. അവൻ ഇങ്ങനെ പവർഫുൾ ആകാൻ വേണ്ടി എന്തോ കഠിനമായിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കേട്ടാണ് ബീറസ് പറയുന്നത്, നീ എത്രയൊക്കെ പവർഫുൾ ആണെങ്കിലും നിന്നേക്കാൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു വേൾഡിൽ ഉണ്ടാകും. അത് നീ ട്രെയിനിങ് ചെയ്ത് മാറ്റി കൊണ്ടുവരണം. അതുപോലെ തന്നെ ബീറസ് ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, നീ ഇങ്ങനെ ട്രെയിനിങ് ചെയ്ത് എന്നേക്കാൾ പവർഫുൾ ആയാൽ ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന പദവിയിൽ നീ ഇരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഗോക്കു പറയും, എനിക്കിതൊന്നും ശരിയാവില്ല, ഞാൻ ഇത് അന്നേ പറഞ്ഞതല്ലേ എന്ന് ബീറസിനോട് തിരിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് ബീറസ് വിസ്സിനോട് പറയും, എർത്തിൽ എന്തോ പ്രശ്നമുണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞല്ലോ. അപ്പോഴാണ് വിസ് പറയുന്നത്, സെൽമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ വന്നു, പ്ലാനറ്റ് വരെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന പവർ അവന്റെ കയ്യിലുണ്ട്. അങ്ങനെ ആ ഒരു സെൽമാക്സിനെ ഗോക്കുവിന്റെ മകനായിട്ടുള്ള ഗോഹാൻ ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷനിൽ മാറി ആ ഒരു വില്ലനെ ഡിഫീറ്റ് ചെയ്തു. കൂടാതെ പിക്കലോയും ഓറഞ്ച് ഫോമിലേക്ക് മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബീറസിനോട് പറയുന്നു. പക്ഷെ ഇവിടെ ബീറസ് ഗോക്കുവിന്റെ മകനോ എന്ന് ചിന്തിച്ച് ഒരു നിമിഷം ഷോക്കായി പോകുന്നു. പുള്ളിക്കാരൻ ഇവിടെ ഗോക്കുവിന്റെ മകന്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പോഴാണ് വിസ് പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ടൂർണമെന്റ് ഓഫ് പവറിൽ നമ്മൾ അവനെ കണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിസ് പറയുന്നു. ബീറസ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്ത് വരികയാണ്. അപ്പോഴാണ് അവിടെ വെജീറ്റ വരുന്നത്. വെജീറ്റയും പറയും,
ഞാൻ ബുൾമയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇവിടെ ഉള്ളവരെക്കാൾ പവർഫുൾ ആണ് ഇപ്പോൾ ഗോഹോൺ എന്നാണ് ബുൾമ പറഞ്ഞത്. ഗോക്കു ഇത് കേട്ട് ഇത് സത്യം തന്നെയാണോ? നമ്മൾ നേരത്തെ രണ്ടുപേരും ഫൈറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം ഗോഹാന്റെ ഈ ഒരു എനർജി സെൻസ് ചെയ്യാൻ കഴിയാതെ പോയത് എന്നൊക്കെ ഗോക്കുവും പറയുന്നു. അപ്പോൾ തന്നെ വെജീറ്റ പറയും, നീ ആ ഫൈറ്റിൽ തോറ്റുപോയത് മറക്കണ്ട എന്നൊക്കെ പറയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എർത്തിലുള്ള സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോട്ടനും ട്രങ്ക്സിനെയും നമ്മുടെ കാരമേനെ എടുത്ത് ഗോഹാന്റെ വീടിന്റെ അടുത്ത് എത്തുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോട്ടന് മനസ്സിലാകുന്നത് ഇത് നമ്മുടെ ഗോഹാന്റെ വീടല്ലേ, ഇവിടെ ഏത് വില്ലനാണ് ഉള്ളത് എന്ന രീതിയിലാണ് ഇവർ നോക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കാരമേൻ പുറത്തിറങ്ങി ആ ഒരു ഗോഹോന്റെ വീടിന് ചുറ്റും വെടിവെക്കാൻ തുടങ്ങും. ആരടാ എന്റെ വീടിന് നേരെ വെടിവെക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഗോഹാനും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഗോഹാന്റെ നേരെ വെടിവെക്കുമ്പോൾ ഗോഹാൻ ജസ്റ്റ് വിരൽ കൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റ്സ് ഒക്കെ തട്ടിക്കളയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗോഹാൻ ഇവരെ കണ്ട്, നീ എന്റെ പാനിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരല്ലേ, നിങ്ങൾ എന്തിനാണ് പിന്നെയും ഇവിടെ വന്നത് എന്ന രീതിയിൽ അവരെ നോക്കി പെട്ടെന്ന് തന്നെ ഗോഹാൻ ആ ഒരു ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നു. ബീറസിന്റെ പ്ലാനറ്റിലുള്ള നമ്മുടെ ഗോക്കുവും വെജിറ്റയും ഇത് സെൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗോഹാൻ ഇതിനുള്ളിൽ വേറെയും ആൾക്കാരുണ്ട് എന്ന് നോക്കുമ്പോഴായിരിക്കും ഗോട്ടനെയും ട്രങ്ക്സിനെയും ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്താണ് ഇവരുടെ കൂടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗോക്കു അവിടെ കടന്നു വരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമായി ഇവരെയൊക്കെ ഗോക്കു കണ്ടിട്ട്. അങ്ങനെ ഇവരെ കാണുന്നതോടു കൂടി ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.